നമസ്കാരം. ഇന്ത്യയുടെ ആകാശ സുരക്ഷാ കവചത്തിന് കൂടുതൽ കരുത്തു പകരാൻ പുതിയൊരു വാഗ്ദാനവുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ റഷ്യ. നിലവിലുള്ള S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് കരുത്തു പകരാൻ S-350 വിത്യാസ് എന്ന അത്യാധുനിക സംവിധാനമാണ് റഷ്യ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്താണ് S-350 വിത്യാസിനെ ഇത്രമാത്രം കരുത്തനാക്കുന്നത്? S-400 ദീർഘദൂര ലക്ഷ്യങ്ങളെ തകർക്കുമ്പോൾ ഏകദേശം 120 കിലോമീറ്റർ വരെയുള്ള മധ്യദൂര ലക്ഷ്യങ്ങളെ തകർക്കാനാണ് S-350 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 16 യുദ്ധവിമാനങ്ങളെയോ ഡ്രോണുകളെയോ അല്ലെങ്കിൽ 12 ബാലിസ്റ്റിക് മിസൈലുകളെയോ നേരിടാൻ ഈ ഒരൊറ്റ സിസ്റ്റത്തിന് സാധിക്കും. താഴ്ന്നു പറക്കുന്ന ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണുകളെയും കണ്ടെത്താനും തകർക്കാനും സഹായിക്കുന്ന പ്രത്യേക റഡാർ സംവിധാനം ഇതിനുണ്ട്. ഇന്ത്യയുടെ അതിർത്തികളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ ഡ്രോണുകളുടെയും ക്രൂയിസ് മിസൈലുകളുടെയും ഭീഷണി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ S-350 വലിയൊരു ആശ്വാസമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മിസൈലുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈമാറാമെന്ന് റഷ്യ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയ കരുത്താകും. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന S-400 സ്ക്വാഡ്രണുകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ S-350 സാധിക്കും. ഇത് ഒരു ഇരട്ട പ്രതിരോധ കവചം തീർക്കും. 2026 ബാക്കിയുള്ള S-400 യൂണിറ്റുകൾ കൂടി കൈമാറാനിരിക്കെയാണ് റഷ്യ ഈ പുതിയ ഓഫർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിലവിൽ ലഡാക്ക്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ ഉയർന്ന മലനിരകളിൽ അതിവേഗം വിന്യസിക്കാൻ കഴിയുന്ന ഇത്തരം സഞ്ചരിക്കുന്ന മിസൈൽ യൂണിറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രതിരോധ മന്ത്രാലയം ഈ വാഗ്ദാനം ഗൗരവമായി പരിശോധിച്ചു വരികയാണ്. കരാർ യാഥാർത്ഥ്യമായാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തമായ വ്യോമപ്രതിരോധ വലയമുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.